എന്തൊരു അത്ഭുതമാണല്ലേ സീത. ഞാൻ തന്നെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ അങ്ങോട്ട് വിളിച്ച വീട്ടിൽ ആർക്കെങ്കിലും സംശയം തോന്നിയാലോ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ എന്ന് കരുതി ഞാൻ വിളിച്ചില്ല. പക്ഷേ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്തായാലും നന്നായി സീത. ഡോക്ടർ, ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോ വന്നത്. സിഹിയുടെ ബയോളജിക്കൽ പേരൻസ് സിഹിയെ അന്വേഷിക്കുന്നുണ്ടോന്ന് അറിയാൻ. നിന്നെ കുറിച്ച് അറിയാൻ വേണ്ടി ആ ബയോളജിക്കൽ പേരൻസ് ഏതോ ഒരു റൗഡിയെ വിട്ടിരുന്നു സീത. ആ ഗുണ്ട എന്നെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്ത് ഗുണ്ടയോ? ആരാ അയാള്? അയാൾ ആരാണെന്ന് എനിക്കറിയില്ല സീത. പക്ഷേ എന്നെ ഒരുപാട് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി നീ ഒരു സരോഗേറ്റ് മദറാണെന്ന സത്യം എന്നിൽ നിന്നും അറിഞ്ഞു സീത. ആ പേരൻസ് ആവും ആ റൗഡിയെ അയപ്പിച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവോ സീത? കഴിഞ്ഞ കഥകളൊക്കെ ഇപ്പൊ പറയണോ ശ്യാം? കഴിഞ്ഞ കഥയോ? കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നത് നീ മാത്രം. നമ്മുടെ മകള് ജീവനോടെ ഉണ്ടല്ലോ. നോക്ക്, ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ആസ്ക് ഹർ ആൻഡ് ഷീ ഹാസ് ടു ആൻസർ ഇറ്റ്. ഷീ ഹാസ് എ മോറൽ റെസ്പോൺസിബിലിറ്റി ടു ആൻസർ us. അയ്യോ, കുഞ്ഞു മരിച്ചു പോയിന്ന് ഡോക്ടർ അല്ലല്ലോ പറഞ്ഞത്. അത് പറഞ്ഞത് ഞാനാ. എങ്ങനെ ഇതെല്ലാം ഒന്ന് ശരിയാക്ക? ശ്യാമിന്റെ തലേന്ന് ഇതൊന്നും കളയാനും കഴിയില്ല. അവിടെ അനന്തലക്ഷ്മിയെ കൺവിൻസ് ചെയ്യാനും കഴിയില്ല. വലിയ പ്രശ്നത്തിലാണല്ലോ പെട്ടത്. ശാലു, ബെഡ്, കോട്ട്, സോഫ എല്ലാം ഇന്ന് തന്നെ ഡെലിവറി ചെയ്യും. മോസ്റ്റ്ലി സ്റ്റൗ, മിക്സി, ഓൾ കിച്ചൺ അപ്ലയൻസസ് എല്ലാം നാളെ തന്നെ ഡെലിവറി ഉണ്ടാവും. ഇന്ന് വൈറ്റിലേക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ ഹോട്ടൽ തന്നെ ശരണം. നമ്മുടെ മോള് ജീവനോടെ ഉണ്ടല്ലോ. മരിച്ചുപോയി എന്ന് പറഞ്ഞ എന്തിനാ? ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ആസ്ക് ഹർ ആൻഡ് ഷീ ഹാസ് ടു ആൻസർ ഇറ്റ്. ഞാൻ ഇതുവരെ ഇത്രയ്ക്ക് നെർവസ് ആയിട്ടില്ല. ഇന്ന് പ്രിയയുടെ സർജറിയാണ്. ഡോക്ടർ എത്രയൊക്കെ ധൈര്യം തന്നാലും, ഇൻഫാക്ട് പ്രിയ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ പേടി ഒട്ടും കുറയുന്നില്ല. ഞാൻ ഇത്ര ദിവസം ജീവിച്ച ജീവിതമൊക്കെ കള്ളമാണെന്ന് തോന്നുന്നു. ഈ ക്യാൻസർ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതാണ് എൻ്റെ ലോകവും തോന്നുന്നുണ്ട്. ഏട്ടാ, ഒന്നും സംഭവിക്കില്ല. സർജറി എന്നൊക്കെ കേൾക്കുമ്പോ പേടിയുണ്ടാവും. പക്ഷെ ക്യാൻസർ സെല്ലൊക്കെ റിമൂവ് ചെയ്തിട്ട് ബോഡി ക്യാൻസർ ഫ്രീ ആവില്ലേ? വീണ്ടും അത് വരാത്ത വിധം നമുക്കൊന്ന് പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക്. ഇതെന്താ പാപ്പച്ചി? ചേട്ടാ, നിങ്ങൾക്ക് ഇതിലൊന്നും ഒട്ടും വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. ഡോക്ടറായിട്ട് നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, നീ ഏത് നൂറ്റാണ്ടിലെ ഡോക്ടറാന്നൊക്കെ ചോദിക്കുമെന്ന് അറിയാം. പക്ഷെ നമ്മുടെ വിശ്വാസ നമുക്ക് ശക്തി തരുന്നത്. ഇത് കയ്യിൽ വെച്ചോ. ഡോക്ടേഴ്സ് അവരുടെ ജോലിയൊക്കെ 100% കറക്റ്റായിട്ട് ചെയ്തോളും. ചേച്ചിക്ക് ഡോക്ടേഴ്സ് ഉണ്ടാവും.
ചേച്ചിയുടെ ഓപ്പറേഷൻ നടക്കുമ്പോ നിങ്ങളും ധൈര്യമായിട്ട് ഇരിക്കണ്ടേ, അതിനാ ഇത്. ഏട്ടാ, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയേ. സീത ചേച്ചിയെ കുറിച്ചാ. വേണ്ട, സീതയോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. കാരണം ഞാനിത് റാമിനോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ റാമിനോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമെന്നായിരിക്കും നീ കരുതുന്നത്. പക്ഷെ പറഞ്ഞിട്ടില്ല. പറയാതെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. എൻ്റെ വിഷമമൊക്കെ അവരെയും കൂടെ ഏൽപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ ഒന്നും പറയാൻ പോണ്ട, ഞാനല്ല അവരോട് പറഞ്ഞോളാം. ഓക്കെ? ഞാൻ രുദ്രപ്രതാപ് എന്നോട് പറയാമെന്ന കാര്യം പറഞ്ഞപ്പോ ഏട്ടൻ മറ്റെന്തൊക്കെയാണ് കരുതിയത്. ഡോക്ടർ, നിങ്ങൾ എന്റെ സ്വപ്നത്തിൽ വന്നു, എന്തൊക്കെ സൂചന തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത് അത്ഭുതമാണല്ലേ, നിങ്ങളെ ഒരു ഗുണ്ട ആക്രമിക്കാൻ വന്നു. എനിക്ക് നിങ്ങൾ എന്റെ സ്വപ്നത്തിൽ വന്ന് ഉപദേശം തന്നു. ഇതൊക്കെ എന്തോ നെഗറ്റീവ് ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. സിഹയുടെ അച്ഛനും അമ്മയും വന്ന് അന്വേഷിച്ചാ നീ എന്ത് ചെയ്യും സീത, നിനക്ക് പേടിയുണ്ടോന്ന് ചോദിച്ചു. ഇവിടെ വന്നപ്പോ നിങ്ങൾ അതേ കാര്യം എന്നോട് സംസാരിക്കുന്നത്. സ്വപ്നം വെറും തോന്നലല്ല സീത, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ. എന്നുവെച്ചാ നിനക്കും തോന്നിയായിരുന്നോ ആ ബയോളജിക്കൽ പേരൻസ് കുഞ്ഞിനെ അന്വേഷിക്കുന്നുണ്ടെന്ന്? നിന്നെ എങ്ങാനും കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നു സീത അവര്? ഡോക്ടർ, എന്റെ മകൾ എന്നെ അകന്നു പോകുമെന്ന് എനിക്ക് വല്ലാതെ പേടി തോന്നുന്നുണ്ട്. സീത, പ്ലീസ് റിലാക്സ്. ആ പേരൻസ് സിഹയെ അന്വേഷിച്ചു വന്ന അവരോട് എന്ത് പറയണമെന്ന് ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവർ ഓൾറെഡി സിഹയെ അന്വേഷിക്കുന്നുണ്ട്. സിഹയുടെ ജനന സമയത്ത് വരാത്തവര് ഇപ്പൊ എന്തിനാ ഡോക്ടർ വരുന്നത്? പ്ലീസ് ഡോക്ടർ, അങ്ങനെ ആരും ഒരിക്കലും വരില്ല എന്ന് പറ. എനിക്കൊരു സമാധാനം കിട്ടട്ടെ. അല്ല ഡോക്ടർ, ഇപ്പൊ എങ്ങനെയാ അവർ വന്നത്? അന്ന് എന്റെ മകളെ അനാഥയാക്കി ഇട്ടിട്ട് പോയവരാ. ഇപ്പോഴാണോ അവർക്ക് അവൾ ഓർമ്മ വന്നത്? പ്ലീസ് ഡോക്ടർ, അവര് വരില്ല എന്നൊന്ന് പറയേ. ഹായ് സർ. ഡോക്ടർ അനന്തലക്ഷ്മി ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. പേഷ്യൻസ് ഉണ്ടായിരുന്നു സർ. സാർ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എത്ര നേരം വെയിറ്റ് ചെയ്യണം? ഒരു 15 മിനിറ്റ്സ് സർ. താങ്ക്സ്. തലയ്ക്ക് കൈയും വെച്ചിരിക്കുന്ന എന്താ? ഞങ്ങൾക്ക് സീതയ്ക്ക് ഇങ്ങനൊരു കഥയുള്ളത് അറിയില്ലായിരുന്നു. അതെ, എൻ്റെ അനിയത്തി വഴി പിടിച്ചവളാന്നും പറഞ്ഞ് ഞാനും അന്ന് എന്തൊക്കെയോ പറഞ്ഞു. പാവോ സീ തന്തയില്ലാത്തവളാന്നും പറഞ്ഞ് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഛേ, ഞാനിവിടെ ചേട്ടനെ അനിയത്തിയും കൂട്ടി യോജിപ്പിക്കാൻ വന്നതല്ല. ആ സീതയെ വാടകയ്ക്കെടുത്താണെങ്കിലും ലീസിനെടുത്തതാണെങ്കിലും അത് എന്റെ കാര്യമല്ല. പക്ഷെ ആ കുഞ്ഞിന് അച്ഛനെന്ന് പറയുന്ന ഒരാൾ ഉണ്ടായല്ലേ പറ്റൂ. നീ എന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? അമ്മമാരെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. നാക്കിട്ടലച്ച മതിയടി, നിന്റെ മഹത്വമൊക്കെ എനിക്കറിയാം. നോക്ക്, ആ കൊച്ചിനൊരു അച്ഛൻ എന്തായാലും ഉണ്ടാവുമല്ലോ. അവനെ കാണാൻ എന്തായാലും ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. നന്നായിട്ടൊന്ന് നോക്ക്. ഇതാരാണ്? കണ്ടിട്ട് ഏകദേശം സിയുടെ അച്ഛനെ പോലില്ലേ? ഉണ്ട്, കണ്ടിട്ട് ഏകദേശം അവളെ പോലെ തന്നെയൊക്കെ ഉണ്ട്. ഇവനാ സിഹിയുടെ അച്ഛൻ. സിഹിയുടെ അച്ഛനോ? റാമല്ലേ അച്ഛൻ? ഇവനാരാ?
ഏയ്, റാമല്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞില്ലേ? മനസ്സിലായില്ലേ? സിഹിയുടെ യഥാർത്ഥ അച്ഛനെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതാണ് സിഹിയുടെ അച്ഛന്റെ സ്കെച്ച്. ഇങ്ങനെ ഒരാളെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അല്ല, അപ്പോ നിങ്ങളിപ്പോ ഇയാളെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണോ? ഞാനല്ല, നിങ്ങൾ രണ്ടും അന്വേഷിക്കും. അന്വേഷിക്കണം. എന്നിട്ട് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം. മനസ്സിലായോ? ഇതുവരെ കാണാത്ത ഒരാളെ, ഇത്രയും നാൾ അറിയാത്ത ഒരാളെ എങ്ങനെ കണ്ടുപിടിക്കാനാ? എന്തിനാ അത്? ആ, ഇപ്പൊ എന്തിനാണത്? സീതയുടെ ജീവിതം നശിപ്പിക്കണം. ആ കൊച്ചിന്റെ തന്ത വന്ന് എനിക്കെന്റെ മോളെ വേണോന്ന് പറയണം. അപ്പോഴേ സീതയുടെ വീട്ടിലെ രാമായണം ആരംഭിക്കൂ. സീതയെ ആ വീട്ടിൽ നിന്നും പുറത്താകൂ. ആ കൊച്ചിന്റെ അച്ഛൻ ഒറ്റത്തവണ വന്ന് എന്റെ കൊച്ചിനെ എനിക്ക് വേണോന്ന് പറഞ്ഞാ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ രാമൻ എന്റെ കല്യാണം നശിപ്പിച്ചില്ലേ? അവന്റെ കുടുംബം തന്നെ നശിപ്പിച്ച് ഞാൻ അതിന് പ്രതികാരം ചെയ്യും. എല്ലാത്തിനും ഞാൻ കണക്ക് ചോദിക്കും. എന്താ ഇത്? ഈ രാക്ഷസൻ എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത്? അല്ലടി, സിഹിയുടെ അച്ഛനെ പോലെ ഇരിക്കുന്ന ഒരാളെ ഇവൻ കൊണ്ടുവന്ന പാവം നമ്മുടെ സീതയുടെ അവസ്ഥ എന്തായിരിക്കും? കടലില്ലാതെ മലയില്ല, ഇരുളില്ലാതെ വെളിച്ചമില്ല, മരണമില്ലാത്തയൊന്നും ജനിക്കുകയില്ല. അതാ മോളെ സീത. അയ്യോ ഭാർഗവി, നീയാ? ഞാൻ സീതയാന്ന് കരുതി. നമ്മുടെ വീട്ടിലെ മരുമകൾക്ക് ചായ കൊണ്ടുവരാനുള്ള സമയമൊന്നുമില്ല അച്ഛാ. അതാ മോളെ, എന്നും അവളല്ലേ ചായ കൊണ്ടുവരാറ്? കൊണ്ട് തന്നിരുന്നു അച്ഛാ. പക്ഷേ അവൾ ഇന്നത്തെ കാലത്തെ കുട്ടിയാ. അത് തന്നെ ചെയ്തോണ്ടിരിക്കുവോ അവള്? അമ്മയോട് പോലും പറയാതെ പുറത്തു പോയതാ അവള്. എല്ലാം പറഞ്ഞിട്ട് പോവാനായിട്ട് അവളെന്താ എന്നെ പോലെ പഴയ മരുമകളാ? നീ എന്നാ മോളെ ഭാർഗവി പഴയ മരുമകളായത്? പുതിയ അമ്മായിയമ്മാര് സമ്മതിക്കാം. അല്ല, സീത എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞില്ലല്ലോ? എനിക്കും അറിയില്ല അച്ഛാ. എന്തോ തിരക്കിലായിരുന്നു ഇറങ്ങിയത്. ഭക്ഷണം പോലും കഴിച്ചില്ല, അതുപോലെ അങ്ങ് പോയി. എങ്ങോട്ടാ പോയെന്ന് ഞാനും ചോദിച്ചില്ല. എപ്പോഴെപ്പോഴും ചോദിച്ചാൽ അത് നന്നാവില്ലല്ലോ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ അമ്മയാണെങ്കിലും ശരി, മരുമകളാണെങ്കിലും ശരി, എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോകേണ്ടത് ഒരു കടമയാ. അത് ശരിയാ അച്ഛാ. പറഞ്ഞിട്ട് പോയാൽ നമുക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കാലോ. പറയാതെ പോയാ എന്താ കാര്യം, എന്താ പ്രശ്നം എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കണം. നോക്ക്, നിങ്ങൾ അവള് വന്ന ശേഷം മുത്തശ്ശനാണെന്നുള്ള അധികാരം വെച്ച് ചോദിക്കണം എവിടെയായിരുന്നു എന്ന്. ഇതിപ്പോ ഞാൻ അവളോട് പോയി ചോദിക്കാന്ന് വെച്ചാ അത് ശരിയാവില്ലല്ലോ അച്ഛാ. വരട്ടെ അവള്, ചോദിക്കാതെ വിടുവോ ഞാൻ? വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ? എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഞാൻ ചോദിച്ചോളാം. ഭാർഗവി, എന്റെ ബുക്ക് ഷെൽഫ് ഒന്ന് നോക്കി ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ പറ്റുമോ? ഒന്നും തെരഞ്ഞിട്ട് കിട്ടുന്നില്ല, എല്ലാം ചിന്നി ചെതിരി കിടക്കുക. ശരി അച്ഛാ, ഞാൻ ശ്വേതയോട് പറഞ്ഞ് ക്ലീൻ ചെയ്യിപ്പിക്കാം. എന്താ സീത, എന്നോട് കള്ളം പറയാൻ മാത്രം ധൈര്യം വന്നൂല്ലേ നിനക്ക്? ഇന്ന് നീ കണ്ടോ എന്താ ഉണ്ടാവുന്നേന്ന്? ഇവളെന്താ ഇവിടെ ഇരിക്കുന്നെ? ഞാൻ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവള് കേട്ട് കാണൂ. സിഹി, മോൾ എന്താ ചെയ്യുന്നേ? ഞാനും അനിയും കൂടെ ചേർന്ന് ഒരേ ടോപ്പിക്കില് ഡ്രോയിങ് ചെയ്തോണ്ടിരിക്കുക. ആരും പരസ്പരം നോക്കാൻ പാടില്ല, അതാ റൂൾസ്. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്നിരുന്നേ. എന്താ ടോപ്പിക്ക്? ഫാമിലി. നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെ എല്ലാരെയും ഞാനിപ്പോ വരയ്ക്കാൻ പോവാ. ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്.
ഇവളൊരു കുഞ്ഞാണെന്ന് വിചാരിച്ച് നെഗ്ലക്ട് ചെയ്യാനാവില്ല. ശാലിനി, റാം ഡോക്ടർ അനന്തലക്ഷ്മിയെ മീറ്റ് ചെയ്യാൻ പോയേക്കുവാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മുടെ മകളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. റാം പോയിട്ടുണ്ടെങ്കിൽ അവൻ പക്ക എല്ലാം അറിഞ്ഞിട്ടേ വരൂ. ആ വിശ്വാസം എനിക്കുണ്ട്. ഓ ഗോഡ്, അപ്പൊ ഇന്ന് റാമിന് അനന്തലക്ഷ്മി എന്നെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ലെന്നുള്ള കാര്യം അറിയാൻ കഴിയോ? ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യും? ഇന്ന് തന്നെ നമ്മുടെ കുഞ്ഞിനെ പറ്റിയുള്ള എല്ലാം അറിയാൻ പറ്റിയ സരോഗേറ്റ് മദറിനെ പോയി കണ്ട് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുവരാൻ കഴിയില്ലേ? ശ്യാം, നീ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ലക്ഷ്മി എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ വീട്ടില് നീയും ഞാനും നമ്മുടെ മോളും, വാവ്, എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ? നമ്മുടെ സ്വന്തം മോള് ഈ വീട് നിറയെ ഓടിക്കളിക്കും, പാറിക്കളിക്കും. ശാലു, ഈ വീട് ഒരു സ്വർഗമായി മാറും. ശാലു, സ്വർഗമായി മാറും. പാവം റാം നമുക്ക് വേണ്ടി എന്തൊക്കെ ഹെൽപ്പാ ചെയ്യുന്നത്. വേറെ ആരായിരുന്നെങ്കിലും ഇത്രയൊന്നും ചെയ്യില്ലായിരുന്നു. കണ്ടോ, അവൻ ഇത്രയും ബിസി ആയിട്ടും നമുക്ക് വേണ്ടി ഡോക്ടർ അനന്തലക്ഷ്മിയെ കാണാൻ പോയേക്കുവോ. സച്ച് എ നൈസ് ചാമ്പ്. നോക്ക്, നമുക്ക് ആദ്യം പോയി അവരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണം. നമ്മുടെ പുതിയ വീട്ടിലേക്ക് അവർ ആദ്യത്തെ അതിഥിയായി വരട്ടെ. യാ, ഐ വിൽ കം. ഡോക്ടർ, പ്ലീസ് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കേ. എന്താ നിങ്ങളൊന്നും പറയാത്തത്? സിയെ അന്വേഷിച്ച് അവളുടെ ലീഗൽ പാരന്റ്സ് വന്നിരുന്നോ? സീത, സീത, നിന്റെ കൂടെ റാമു വന്നിട്ടുണ്ടോ? റാമു? ഇല്ല ഡോക്ടർ, ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ബട്ട് അത് കണ്ടോ, രാമ അതെ ഡോക്ടർ, റാമു ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് പോയാ അവൻ എന്തായാലും എന്നെ കാണും. കണ്ടാൽ എന്താ പ്രശ്നം? നീ റാമിനോട് പറഞ്ഞിട്ട് തന്നെയല്ലേ വന്നേ? ഇല്ല ഡോക്ടർ, ഞാൻ അവനോട് പറയാതെ വന്നത്. ഞാൻ ആ സിഹിയുടെ സറോഗസി മദറെന്ന് അവർക്ക് ഇതുവരെ അറിയില്ല. ഓ, നീ അത് പറഞ്ഞിരുന്നല്ലോ അല്ലേ, വീട്ടിൽ ആരോടും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന്. അറ്റ്ലീസ്റ്റ് റാമിനോടെങ്കിലും ഇത് പറയാറുന്നില്ല സീത. വേറെ ആർക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും റാമിന് നിന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നാ എനിക്ക് തോന്നുന്നു സീത. യു കുഡ് ഹാവ് ടോൾഡ് ഹിം. ഹി വുഡ് ഹാവ് ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് യു. എത്രയോ തവണ ഞാൻ അവനോട് പറയാൻ ശ്രമിച്ചതാ ഡോക്ടർ. ഓരോ വട്ടം പറയാൻ നേരത്ത് അവൻ എന്നെ തടഞ്ഞു നിർത്തുമായിരുന്നു. സിക്ക് നീയാണമ്മ, ഞാനാണച്ഛൻ, ഇതന്നെയാ സത്യം എന്നാ പറയാറ്. ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞ് എന്നോട് പ്രോമിസും വാങ്ങിയിരുന്നു ഡോക്ടർ. അതുകൊണ്ടാ പറയാഞ്ഞത്. ഓ, ഐ സീ. ഡോക്ടർ, ഇപ്പൊ ഞാൻ പുറത്തു പോയില്ലെങ്കിൽ അദ്ദേഹത്തിനകത്തേക്ക് വരാൻ കഴിയില്ല. ഞാൻ പുറത്തു പോയാ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഡോക്ടർ. എനിക്കും ഇതിലൊക്കെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല സീത. ഡോക്ടർ, എന്ത് സംഭവിച്ചോട്ടെ, ഇന്ന് ഞാൻ എല്ലാ സത്യവും റാമിനോട് തുറന്നു പറയും. ഇന്ന് എല്ലാ സത്യങ്ങളും റാം അറിഞ്ഞേ പറ്റൂ.
എൻ്റെ അച്ഛനോ ചേട്ടനോ ഭാർഗവിയോ ആരും എന്നെ കാണാതിരുന്നാൽ മതിയായിരുന്നു. ഒരേ ഒരു തവണ വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് കൺകുളിർക്ക് കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം. അതെയോ? ഐഷോ? ഓക്കെ, താങ്ക്സ്. വിശ്വ, നമ്മുടെ സീത പോയിട്ടുള്ള ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ച് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. എവിടെ? ഏതാണ് ഭാർഗു? ഇതാണ് യഥാർത്ഥ യോർക്കർ. നീ എവിടെയെന്ന് പറ. ലക്ഷ്മി മെറ്റേണിറ്റി സെന്റർ. അപ്പൊ സീത അങ്ങോട്ട് പോയത് എന്തിനാ? ഓ, അപ്പൊ ഡോക്ടർ അനന്തലക്ഷ്മി മീറ്റ് ചെയ്യാൻ പോയതാണോ? നിനക്ക് ഇപ്പോഴും സംശയമാണോ? അന്ന് ഇവിടെ ഡോക്ടർ അനന്തലക്ഷ്മി വന്ന് സീതയെ കണ്ടുമുട്ടിയപ്പോ രണ്ടുപേരും പരസ്പരം ആദ്യമായിട്ട് കാണുന്നത് പോലെ അഭിനയിച്ച് തകർത്തപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. ഇന്നിപ്പോ കണ്ടോ, അനന്തലക്ഷ്മിയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാ എല്ലാവരോടും കള്ളം പറഞ്ഞ് സീത ഇവിടെ നിന്നും പോയത്. അതെ ഭാർഗു, ഇതിലെന്തോ ഒരു ഇതുണ്ട്. അല്ല, പെട്ടെന്ന് എന്തിനാണപ്പോ ഇപ്പോ സീത അങ്ങോട്ട് പോയത്? അറിയാൻ പറ്റും. ഇന്ന് നമുക്ക് എല്ലാം അറിയാൻ പറ്റും. വീട്ടുകാരുടെ അടുത്ത്, ഭർത്താവിൻ്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത്, എല്ലാവരുടെ അടുത്തും സീത എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അതെന്താണെന്ന കാര്യം ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ സത്യവതി സീതയുടെ അടുത്ത് മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും. അച്ഛൻ്റെ മുമ്പിൽ സീതയെ എന്തോ പ്രശ്നക്കാരിയാക്കാനുള്ള പരിപാടിയാണല്ലോ നടക്കുന്നത്. ഈ ഭാർഗവി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. മോളെ റെഡിയായോ? ആ, ഒന്നിങ്ങ് വന്നേ. അശോക്, ഈ കമലാണോ നല്ലത്, ഇതാണോ നല്ലത്? ഇത്. ഓക്കെ. ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? ട്രീറ്റ്മെന്റിന് പോവാൻ ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ റെഡിയാവുന്നേന്നാണോ? ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ എന്താ, കല്യാണത്തിന് പോയാലെന്താ? നമ്മൾ എപ്പോഴും അടിപൊളിയായിരിക്കണം. നീ എപ്പോഴും അടിപൊളിയാ മോളെ. ആണോ? അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അടിപൊളിയാ. പക്ഷേ അശോക്, എനിക്ക് എന്തോ ഒരു പേടി തോന്നുന്നുണ്ട്. ഈ സർജറി, ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ ശേഷം എന്റെ ബോഡി പഴയതുപോലെ ആവില്ലായിരിക്കുമല്ലോ. വേണ്ടാത്ത ക്യാൻസർ സെൽസ് ഉണ്ടാവില്ലല്ലോ, അതാ സമാധാനം. കറക്റ്റ്. എന്റെ ഈ ബോഡിയിൽ നിന്ന് ക്യാൻസർ സെൽസ് പോയാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ശരിയായി. ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് ആരും വരണ്ടെന്നാ പറഞ്ഞേ. ഒരു ഓപ്പറേഷൻ ആവുമ്പോ നമ്മളും അവിടെ ഉണ്ടാവണ്ടേ? പിന്നെ അവിടെ അവളെ നോക്കാനും അവളുടെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും അവിടെ ആരെങ്കിലും ഒക്കെ വേണ്ടേ? എല്ലാം നിന്റെ ചേട്ടൻ ഒറ്റയ്ക്ക് ചെയ്യണോ? ചേട്ടനെല്ലാം നോക്കിക്കോളൂ അമ്മേ, നിങ്ങൾ വെറുതെ ടെൻഷൻ ആവല്ലേ. ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോ എന്താന്ന് ആലോചിച്ച് വല്ലാത്ത പേടിയാവുന്നു. പേടിയുണ്ടാവും, സത്യോ. പക്ഷെ നിങ്ങളിങ്ങനെ പേടിച്ച ചേച്ചിയുടെ മുന്നിൽ നിന്നാ അതെങ്ങനെ ശരിയാവുക? ട്രീറ്റ്മെന്റിന്റെ കൂടെ നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നെന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റാ. അമ്മയും കൂടി ടെൻഷൻ അടിച്ച് പേടി കാണിച്ച് ചേച്ചിയുടെ മുന്നിൽ ഇങ്ങനെ നിന്നാ അവർക്കും പേടിയാവില്ലേ, ടെൻഷൻ ആവില്ലേ അമ്മേ? ദൈവം ഉണ്ടല്ലോ, എല്ലാം ശരിയായിക്കോളും. ഞാനിപ്പോ ദൈവത്തിനെയാ വിശ്വസിക്കുന്നേ. അമ്മേ, എന്നാ പോയിട്ട് വരാം. ശ്രദ്ധിച്ചു പോയിട്ട് വാ, ധൈര്യം ഇട്ടിരിക്കെ. അമ്മേ, ഇതങ്ങനെ ചാകുന്ന രോഗമൊന്നും അല്ല. ഞാൻ ഓപ്പറേഷനല്ലേ പോകുന്നേ. ഞാൻ ഹാപ്പി ആയിട്ട് തിരിച്ചു വരും. തുടങ്ങൂ ഇനി അമ്മ. ശരി ചേച്ചി. നോക്കണേ.
പോയിട്ട് വാ മോളെ. സീത എന്താ ഇവിടെ? നീ ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണോ വീട്ടിൽ നിന്ന് ഇത്രയും തിരക്ക് പിടിച്ച് പോകുന്നത്? റാം, പറ സീത. ഹായ് രാം. ഹലോ ഡോക്ടർ. ഹൗ ആർ യു? ഐ എം ഗുഡ് ഡോക്ടർ. ഹൗ ആർ യു? ഐ എം ഫൈൻ. പ്ലീസ് കം ഇൻ. പ്ലീസ് വാ. കണ്ടില്ല ഡോക്ടർ, ഞാനും സീത എപ്പോഴും ഒരേപോലെയാണ് ചിന്തിക്കുന്നുള്ളതിന് ഇതാ തെളിവ്. ഞാൻ ഡോക്ടറിനെ ഏത് കാര്യത്തിനാണോ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്, സീതയും അതുപോലെ തന്നെ എന്നെക്കാൾ മുന്നേ റെഡിയായി ഡോക്ടറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അതാ ഞാൻ പറഞ്ഞേ, അല്ലേ സീത? സീത വാ, ഇരിക്കേ. ശ്യാമിനും ശാലിനിക്കും വേണ്ടിയല്ലേ നീ ഇങ്ങോട്ട് വന്നത്? ശ്യാമനും ശാലിനിക്കും വേണ്ടി